വന്യമൃഗശല്യത്താൽ വലഞ്ഞ ഇടുക്കി മൂന്നാറിലെ തോട്ടം മേഖല കാട്ടാനയും പുലിയുമൊക്കെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന സ്ഥിതി തുടരുകയാണ്. മൂന്നാറിലെ തോട്ടം മേഖലയിൽ വന്യജീവി ശല്യത്താൽ ജനജീവിതം ദുസ്സഹമാകുകയാണ്. കാടിറങ്ങുന്ന കാട്ടാനയുടെയും കടുവയുടെയും പുലിയുടെയുമൊക്കെ സാന്നിധ്യം കുടുംബങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്നു. അന്തർ സംസ്ഥാന പാതയിൽ കന്നിമല എസ്റ്റേറ്റിന് സമീപം കഴിഞ്ഞ രാത്രിയിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി. രാത്രി 10 എത്തിയ കാട്ടാന 1 മണിക്കൂറോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ഇരുദിശകളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളടക്കം റോഡിൽ കുടുങ്ങി. പിന്നീട് വനപാലകരെത്തി പടയപ്പയെ തുരത്തി. ഗുണ്ടള സാന്റോസ് ST കോളനിയിൽ വന്യജീവി ആക്രമണത്തിൽ പശുക്കൾ ചത്തു. ഷൺമുഖന്റെ 4 പശുക്കളാണ് ചത്തത്. ഒരു പശു ആക്രമണത്തിൽ നിന്നും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഉപജീവനമാർഗമായ കന്നുകാലികൾ നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീരിലാണ് ഈ തൊഴിലാളി. 4 மாடையும் கிளி வந்து அடிச்சிருச்சு. எனக்கு ரொம்ப வயதாகி போச்சு, நடக்க கூட முடியாது. இதை வச்சு தான் நான் பழக்கிறேன். பையன் என் பேரன் நல்லா படிச்சுட்டு அவனும் தன்னால இந்த மாட்டால பெரும்பாடுபட்டுக்கிட்டு இருக்கான். அவனால போய் பத்தினோம் மாலை காணும், காங்கலன்னு பார்த்தா புளி அடிச்சு கிடக்கு. 4 மாடு நீங்க கண்டிப்பா சர்க்காரில் எப்படியாவது நீங்க இந்த புளியை பிடிக்கவும் செய்யணும். எங்களுக்கு மழை இந்த വയസ്സുமான നേരത്തിൽ എന്നാ ചെയ്യാ, നീങ്ങളെല്ലാം കാപ്പാറ്റണം. മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരികെ വരാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പുതുക്കടി ഗുണ്ടള റോഡിന്റെ സമീപത്തുള്ള ചതുപ്പിൽ പശുക്കളുടെ ജഡം കണ്ടെത്തിയത്. ഈ മേഖലയിൽ കഴിഞ്ഞ 1 മാസമായി കടുവയുടെ ശല്യം വർദ്ധിച്ചതായി പ്രദേശവാസികൾ പറയുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് കനോലി കനാലിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. 45 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം കരക്കെത്തിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.